സുഹൃത്തുക്കളെ, കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂട് പൊട്ടിത്തെറിക്കുകയാണ്. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കും. പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയാവുമോ? അതോ UDF തിരിച്ചുവരുമോ? BJP എത്ര സീറ്റുകൾ നേടുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ ഭാവി തീരുമാനിക്കുന്നതാണ്. ഈ തവണ മത്സരം വളരെ കടുത്തതാണ്. ഇടതുമുന്നണി ക്ഷേമപദ്ധതികളും സ്ത്രീകളുടെ സുരക്ഷയും പെൻഷനും കുടുംബസമേതവും ഉയർത്തിക്കാട്ടുന്നു. UDF വികസനവും മാറ്റവും വാഗ്ദാനം ചെയ്യുന്നു. BJP ക്രിസ്ത്യൻ, ഈഴവ സമുദായങ്ങളിലേക്ക് വോട്ട് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നു. മോദി, രാഹുൽ, കമൽഹാസൻ തുടങ്ങിയ നേതാക്കൾ എല്ലാവരും കേരളത്തിൽ സജീവമായി പ്രചാരണം നടത്തുന്നുണ്ട്. മലയാളികൾക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? യുവാക്കളുടെ തൊഴിൽ, വിലക്കയറ്റം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഗൾഫ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ സുരക്ഷ. ഈ വിഷയങ്ങളിൽ ഏത് മുന്നണിയാണ് മികച്ചത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. പല കുടുംബങ്ങളിലും ഇപ്പോൾ ചൂടോടെ ചർച്ചകൾ നടക്കുന്നു. ഒരു വശം ഇടതുമുന്നണിയുടെ സ്ഥിരതയെക്കുറിച്ച് പറയുമ്പോൾ മറുവശം മാറ്റം ആവശ്യപ്പെടുന്നു. ചിലയിടങ്ങളിൽ സമുദായ വോട്ടിംഗ് ആണ് പ്രധാനം. ചിലയിടങ്ങളിൽ വികസനമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്താണ് കരുതുന്നത്? പിണറായി 3ാം തവണയും വിജയിക്കുമോ? UDF തിരിച്ചുവരുമോ? BJP ഏതെങ്കിലും സർപ്രൈസ് തരുമോ? നിങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥിതി എന്താണ്? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയൂ. നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യാം. വോട്ട് ചെയ്യാൻ മറക്കരുത്. നല്ല ഭരണം ലഭിക്കാൻ നല്ല വോട്ട് വേണം. ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓണാക്കുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാവും. ശ്രദ്ധയോടെ ഇരിക്കുക. വോട്ട് ബുദ്ധിപൂർവം ചെയ്യുക.